കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായിരുന്നു ഒരു കാലത്ത് കോഴിക്കോട്. വിദേശ രാജ്യങ്ങളുമായി നമുക്കുണ്ടായിരുന്ന ഏറ്റവും നല്ല ബന്ധം, പിന്നെ ഇത് കൊച്ചി വലിയ തുറമുഖമായപ്പോൾ കുറെ മാറിയെങ്കിലും കോഴിക്കോട് ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു. അത് മാത്രമല്ല, കേരളത്തിന്റെ ഒരു പ്രത്യേക സാംസ്കാരികമായ മുഖം കോഴിക്കോടിലുണ്ട്. അവിടെ ഫുട്ബോൾ കളിക്ക് പ്രധാനമുണ്ട്. അവിടുത്തെ ജനങ്ങൾ താരതമ്യേന മറ്റ് നഗരങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ എക്സ്പോസ്ഡ് ആണ്. കൂടുതൽ ആളുകളെ ബന്ധപ്പെടാനും നല്ല മനുഷ്യരാണ്, നല്ല ഓട്ടോറിക്ഷക്കാരാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ കോഴിക്കോട് നഗരസഭ ഉണ്ടായ കാലം മുതൽ അവിടെ ഭരിക്കുന്നത് LDF ആണ്. അതിന് കാരണമുണ്ട്. അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ, അവിടുത്തെ ജനങ്ങളുടെ രീതികൾ, അവരുടെ വർഗ സ്വഭാവം, തൊഴിലാളി വർഗ സ്വഭാവം, ഇതൊക്കെ പരിഗണിക്കുമ്പോൾ തീർച്ചയായും LDFന് വലിയ മേൽക്കൈയുള്ള ഒരു നഗരസഭയാണത്. UDF പ്രതിപക്ഷമായി വരും, BJP 1-2 സീറ്റിൽ ജയിക്കും. ഇങ്ങനെയൊക്കെയാണ് സാധാരണ പതിവ്. ഇത്തവണയും UDF വളരെ ശക്തമായ ചില പ്രതിരോധങ്ങൾ ഉയർത്തിക്കൊണ്ട് പുതിയ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ പ്രഖ്യാപിച്ചു. അവർക്ക് വന്ന 2 തിരിച്ചടികൾ ഇപ്പോൾ പറയുന്നുണ്ട്. ഒന്ന്, അവരുടെ മേയർ സ്ഥാനാർത്ഥിയായി കണ്ടിരുന്ന സംവിധായകൻ VM ബിനു, അദ്ദേഹത്തിന് വോട്ടില്ല. ഇവിടെയാണ് CPM-ഉം കോൺഗ്രസും തമ്മിൽ വ്യത്യാസം. CPM അവരുടെ മേയർ സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാക്കാൻ പോകുന്ന ആളുകളുടെ വോട്ട് ആദ്യം പരിശോധിക്കും. അവർക്ക് വോട്ടുണ്ട് എന്നവർ തീരുമാനിച്ചതിന് ശേഷം പ്രഖ്യാപിക്കും. എന്തുകൊണ്ടാണ് കോൺഗ്രസ് അതുപോലും പരിശോധിക്കാതിരുന്നത്? ബിനു വളരെ കാലമായി ബിനു വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് കാര്യമില്ല. ഞാൻ കഴിഞ്ഞ 10 വർഷമോ 20 വർഷമോ 30 വർഷമായി വോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും കാര്യമില്ല. ഇപ്പോഴത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് നിങ്ങൾക്ക് പേരുണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ. അപ്പൊ ബിനുവിന്റെ പേരില്ല. അതുപോലെ തന്നെ ബിന്ദു എന്ന് പറയുന്ന മറ്റൊരു സഹോദരിയുടെ പേരും മെഡിക്കൽ കോളേജ് വാർഡിലോട്ട് മത്സരിക്കുന്ന അവരുടെ പേരും ഇല്ല എന്ന് പറയുന്നു. ഏതായാലും സംഘടനാപരമായി CPM-നും LDF-നും മേൽക്കൈയുള്ള കോഴിക്കോട് അതിനെ മറികടക്കാൻ UDF-ന് കഴിയുമോ? കോഴിക്കോട് നഗരസഭയുടെ പ്രവർത്തനം, സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം, ഇതെല്ലാം അവിടെ ചോദ്യം ചെയ്യപ്പെടും, വിമർശിക്കപ്പെടും. മാത്രമല്ല, ഇപ്പൊ CPM-ഉം BJP-യും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ആ ഒരു സംഗതി ഉണ്ടല്ലോ, അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളിൽ ഒന്ന് കോഴിക്കോടാണ്. കാരണം അവിടെ മതന്യൂനപക്ഷങ്ങൾക്ക് നല്ല സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോഴുള്ള എല്ലാ MLA-മാരും കോഴിക്കോടുള്ളതെല്ലാം LDF MLA-മാരാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് കിട്ടുന്ന വോട്ട് വേറെ തരത്തിലാണ്. ഇവിടെ വ്യക്തിപരമായുള്ള വോട്ടുകളാണ്. അതുകൊണ്ട് LDF-ഉം UDF-ഉം തമ്മിലുള്ള നേരിട്ടുള്ള മത്സരം പോലെ തന്നെയാണ് കോഴിക്കോട് വരാൻ പോകുന്നത്. BJP അത്ര വലിയൊരു മാർക്ക് അവിടെ കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല.